സദ്ഗുരുവേ ശരണം. നമുക്ക് സംസാരിക്കാൻ എന്താണ് ആദ്യം വേണ്ടത്? വാക്കുകൾ, അല്ലേ? വാക്കുകൾ അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും സംസാരിച്ചൊപ്പിക്കും. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് കുറേ വാക്കുകൾ പഠിക്കുക, അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറേ നല്ല വാക്കുകളും അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളും, അപ്പോൾ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ വേർഡ്സും കുറേ സെൻറ്റൻസുകളും വളരെ പെട്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ പത്രത്തിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയാണോ എല്ലാവരും? So if you are ready, let's get started. So welcome to English Guru's brand new episode. I am Ashalata Srijit. Learn English through news headlines. Iran undecided on talks. Trump to keep blockade. ഇത് ഏപ്രിൽ 21 ന്യൂസാണ്, 2026. ഇറാൻ അൺഡിസൈഡഡ് ഓൺ ടോക്സ് എന്ന് പറഞ്ഞാൽ, അൺഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നോട്ട് ഷുവർ, തീരുമാനിച്ചിട്ടില്ല. എന്തിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല? ഓൺ ടോക്സ്. ഇവിടെ ടോക്സ് എന്ന് പറഞ്ഞാൽ ചർച്ച എന്നാണ്. അപ്പോൾ ചർച്ച ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇറാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ട്രംപ് ടു കീപ് ബ്ലക്കേഡ്. ട്രംപ് ആ ഉപരോധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രംപ് ടു കീപ് ബ്ലക്കേഡ്. ബ്ലക്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരോധം. നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഉപരോധം, അതാണ്. ഉപരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റി അയക്കുന്നത്, അല്ലെങ്കിൽ പെട്രോൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അയക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപരോധിക്കുന്നു. അപ്പോൾ എല്ലാം തടയുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ട്രംപ് ടു കീപ് ബ്ലക്കേഡ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരോട് പറയണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ എം സ്റ്റിൽ അൺഡിസൈഡഡ്, ഐ എം നോട്ട് ഷുവർ, ഇങ്ങനെ പറയാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ, ഐ എം അൺഡിസൈഡ്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഷുവർ. ഇനി ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും എത്താൻ വൈകുമ്പോൾ നമ്മൾ പറയില്ല റോഡ് ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം ദ റോഡ് ഈസ് അണ്ടർ ബ്ലോക്കേഡ്. ദ റോഡ് ഈസ് അണ്ടർ blockade. 21 killed as bus rolls down hillside in Jammu and Kashmir. റോൾസ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുണ്ട് താഴേക്ക് വീഴുക. ഗോസ് ഡൗൺ വൈൽ റോളിങ്. ഉരുണ്ട് താഴേക്ക് പോവുക. ജമ്മു ആൻഡ് കാശ്മീരിൽ ബസ് താഴേക്ക് ഉരുണ്ട് 21 പേർ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. നമ്മുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ വേർപ്പ് താഴേക്ക് ഉരുണ്ട് വീഴില്ലേ? അതിന് നമുക്ക് എങ്ങനെ പറയാം? സ്വെറ്റ് റോൾ ഡൗൺ മൈ ഫേസ്, അല്ലെങ്കിൽ ടിയേഴ്സ് റോൾ ഡൗൺ ഹെർ ഐസ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ട് താഴേക്ക് വീണു. സ്വെറ്റ് റോൾ ഡൗൺ മൈ ഫേസ്. ഇനി റോൾ ഡൗൺ, ഇതൊരു ഫ്രേസൽ വേർബായിട്ട് ഉപയോഗിച്ചാൽ എന്താണ് ഫ്രേസൽ വേർബ്? രണ്ട് വേർബ്സ് ചേരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് വേർഡ്സ് ചേരുമ്പോൾ ഒരു പുതിയ അർത്ഥം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ റോൾ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് പോവുക, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിൽ ബസ് താഴേക്ക് ഉരുണ്ട് പോയി എന്നുള്ളത് കറക്റ്റ് ആ മീനിങ് ആണ്. പക്ഷേ ഇനി ഫ്രേസൽ വേർബായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിലൊരു അല്പം വ്യത്യാസം വരും. ഇപ്പോൾ ഫ്രേസൽ വേർബായിട്ട് റോൾ ഡൗൺ ഉപയോഗിക്കുമ്പോൾ അത് താഴ്ത്തുക എന്നാണ് അർത്ഥം. ഹി റോൾ ഡൗൺ ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ജനലിലൊക്കെ ഇടുന്ന ബ്ലൈൻഡ്സ് ഇല്ലേ, ഇപ്പോഴത്തെ ഒരു കർട്ടൻ പോലെയുള്ള ചുരുട്ടി ഇങ്ങനെ താത്തി ഇടുന്ന, അത് താഴ്ത്തി. ഹി റോൾ ഡൗൺ ദ ബ്ലൈൻഡ്സ്. Poor summer rain adds to heat impact. വേനലിൽ ലഭിക്കുന്ന കുറവായ മഴ ചൂടിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ പച്ച മലയാളം. അപ്പോൾ എന്താണ് ഇമ്പാക്റ്റ്? ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സ്വാധീനം, അതിൻ്റേതായ ഒരു ഫലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുട്ടികളിൽ ഭയങ്കര സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്, അല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് സൈഡാണ് പേട്രിയറ്റ് എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ തീം തന്നെ. അത് ശരിക്കും നമ്മൾ പാരൻസും കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ മെസ്സേജാണ് ആ ഫിലിമിലുള്ളത്. പക്ഷെ ആ മെസ്സേജിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം സോഷ്യൽ മീഡിയ ഹാസ് എ സ്ട്രോങ് ഇമ്പാക്റ്റ് ഓൺ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് കുട്ടികളിൽ വളരെ ശക്തമായ ഒരു സ്വാധീനം ഉണ്ട്. Enough first, state rolls out surgical safety protocol for all hospitals. Enough first എന്ന് പറഞ്ഞാൽ ആദ്യമായി, for the first time എന്ന് പറയുന്നതിനുള്ള മറ്റൊരു ഫ്രേസാണ് enough first. ആദ്യമായി സ്റ്റേറ്റ് റോൾസ് ഔട്ട്. റോൾസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരംഭിച്ചു എന്നാണ്. കണ്ടോ, മറ്റൊരു ഫ്രേസൽ വേർബാണ് റോൾസ് വെച്ചിട്ടുള്ള. ഇത് റോൾസ് ഔട്ടാണ്. മറ്റേത് റോൾസ് ഡൗൺ ആയിരുന്നു, താഴ്ത്തുക, ഉരുണ്ട് വീഴുക. പക്ഷെ ഇവിടെ ഇത് റോൾസ് ഔട്ട്. അതിന് വേറൊരു അർത്ഥമാണ്. എന്താണെന്നറിയോ? ആരംഭിച്ചു, ലോഞ്ച് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആദ്യമായി സ്റ്റേറ്റ് റോൾസ് ഔട്ട്. സ്റ്റേറ്റ് ആരംഭിച്ചു. എന്താരംഭിച്ചു?
സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ ഫോർ ഓൾ ഹോസ്പിറ്റൽ. അത് അത്യാവശ്യമാണ് അല്ലേ? ശസ്ത്രക്രിയ സുരക്ഷാ നടപടിക്രമങ്ങൾ എല്ലാ ആശുപത്രികൾക്കും അങ്ങനെയുള്ള ഒരു ചട്ടങ്ങൾ ഗവൺമെൻറ് ആദ്യമായി ആരംഭിച്ചിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്രിക എടുക്കാതെ വയറ് തുന്നിക്കെട്ടുക. ഇതെന്ത് പരിപാടിയാണല്ലേ? എത്രയും ശ്രദ്ധയില്ലാതെ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കണം ഇപ്പോൾ ഗവൺമെൻറ് അതിനുള്ള പുതിയതായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. സോ ഇൻ എ ഫസ്റ്റ് സ്റ്റേറ്റ് റോൾസ് ഔട്ട് സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ ഫോർ ഓൾ ഹോസ്പിറ്റൽസ്. അപ്പോൾ ഇവിടെ റോൾസ് ഔട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇൻട്രൊഡ്യൂസ്ഡ്, ലോഞ്ച്ഡ് എന്നൊക്കെയാണ്. ദ ഗവൺമെൻറ് റോൾസ് ഔട്ട് എ ന്യൂ സ്കീം. ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി തുടങ്ങുന്നു. റോൾസ് ഔട്ട് അവിടെ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സർജിക്കൽ ശസ്ത്രക്രിയ, സേഫ്റ്റി സുരക്ഷ, പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ. അപ്പം ചില കാര്യങ്ങൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട്, അതിനാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് റൂൾസ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയും. ദ മിനിസ്റ്റർ ഫോളോഡ് പ്രോപ്പർ പ്രോട്ടോകോൾ ഡ്യൂറിങ് ദ സെറമണി. അത് ശരിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അവർ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഒന്നും പോകാൻ പറ്റില്ല. അവർക്ക് അവരുടെ പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് പറയും, അതനുസരിച്ചേ പോവുള്ളൂ. എല്ലാം പവർഫുള്ളാണ്, അവരേറ്റവും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ അവർക്ക് ഈ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തേ അവർ ഏതൊരു പ്രോഗ്രാമിനും പോവുള്ളൂ. ദ മിനിസ്റ്റർ ഫോളോഡ് പ്രോപ്പർ പ്രോട്ടോക്കോൾ ഡ്യൂറിങ് ദ സെറിമണി. ചടങ്ങിനിടയിലുള്ള എല്ലാ പ്രോട്ടോക്കോളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും മന്ത്രി പാലിച്ചു. റോ ഓവർ ഓപ്പണിംഗ് ഓഫ് പോളിംഗ് മെറ്റീരിയൽ റൂം. വോട്ടെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മുറി തുറന്നതിനെ ചൊല്ലി തർക്കം. പോളിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മുറി തുറന്നതിനെ ചൊല്ലി തർക്കം. ഇപ്പോൾ ഒരാൾ മറ്റൊരാളോട് വാക്കേറ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, വൈ ആർ യു ഹാവിങ് എ റോ വിത്ത് ഹിം എന്ന് വെച്ചാൽ എന്തിനാണ് നീ അവനുമായിട്ട് എപ്പോഴും വാക്ക് തർക്കം നടത്തുന്നത് അല്ലെങ്കിൽ വാക്കേറ്റം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇനി ഈ റോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ലൈൻ എന്നും അർത്ഥമുണ്ട്. സ്റ്റാൻഡ് ഇൻ എ റോ എന്ന് വെച്ചാൽ സ്റ്റാൻഡ് ഇൻ ദ റോ എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ നിൽക്കൂ എന്നാണ് അർത്ഥം. അപ്പോൾ ലൈൻ എന്ന് അർത്ഥമുണ്ട്. ഇനി ഈ റോ എന്ന് പറയുന്ന വേർഡിന് മറ്റൊരു അർത്ഥമുണ്ട്, തുഴയുക. ബോട്ട് തുഴയുന്നതിനും റോ എ ബോട്ട് എന്നാണ് പറയുന്നത്. തേക്കടി ഇൻ ഫോർ എ ബ്ലീക്ക് ടൂറിസ്റ്റ് സീസൺ ആസ് പെരിയാർ ലേക്സ് വാട്ടർ ലെവൽ പ്ലമറ്റ്സ്. ഇൻ ഫോർ എ എന്ന് പറഞ്ഞാൽ എന്താ? തേക്കടി ഇൻ ഫോർ എ എന്ന് പറഞ്ഞാൽ നേരിടാൻ പോകുന്നു എന്നർത്ഥം. ഇൻ ഫോർ എ, എബൌട്ട് ടു എക്സ്പീരിയൻസ്. അപ്പോൾ തേക്കടി എന്താണ് നേരിടാൻ പോകുന്നത്? ഇൻ ഫോർ എ ബ്ലീക്ക് ടൂറിസ്റ്റ് സീസൺ. ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ്, മങ്ങിയ, മോശമായ ഒരു ടൂറിസ്റ്റ് സീസണാണ് തേക്കടി നേരിടാൻ പോകുന്നത്. കാരണം എന്താണ്? ആസ് പെരിയാർ ലേക്സ് വാട്ടർ ലെവൽ പ്ലമറ്റ്സ്. കാരണം എന്താണ്? പെരിയാറിലെ ജലനിരപ്പ് കുത്തനെ ഇടിഞ്ഞതോടെ. അതാണ് പ്ലമറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുത്തനെ ഇടിയുക, എന്തെങ്കിലും താഴുക മാത്രമല്ല, കുത്തനെ താഴുന്നു. കുത്തനെ ഇടിഞ്ഞതിനാൽ തേക്കടി വളരെ മോശമായ ടൂറിസ്റ്റ് സീസണാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് പറയാം. ദ കാർ പ്ലമിറ്റഡ് ഓഫ് ദ ക്ലിഫ്. ക്ലിഫിൽ നിന്ന് അല്ലേ, ഏറ്റവും മുകളിൽ. ക്ലിഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും മുകളിൽ, മലയുടെ മുകളിലുള്ള പോയിൻ്റാണ് ക്ലിഫ് എന്ന് പറയും. ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് കാറ് കുത്തനെ താഴേക്ക് പതിച്ചു. ദ കാർ പ്ലമിറ്റഡ് ഓഫ് ദ ക്ലിഫ്. ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ OFF ഉണ്ട് കേട്ടോ, വെറും ഓഫ് അല്ല, താഴേക്ക് പതിച്ചു. പ്ലമിറ്റഡ് ഓഫ് ദ ക്ലിഫ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2 വേർഡ്സ് സെലക്ട് ചെയ്യുക. ആ 2 വേർഡ്സ് കൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ പോസ്റ്റേഴ്സായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ നമ്പേഴ്സിൽ വിളിക്കുക. So see you in the next video. Until then, you take care. Sadguru Esha.